UDFിലേക്കില്ല എന്ന് പറയുമ്പോഴും ജോസ് കെ മാണിയുടെ മനസ്സ് മുഴുവൻ UDF ആണ്. പക്ഷെ തടസ്സം ഒരാൾ മാത്രമാണ്, മന്ത്രി റോഷി അഗസ്റ്റിൻ. വളരും തോറും പിളരുന്ന പാർട്ടി എന്ന പേര് മാറ്റാൻ സാധ്യതയില്ലാത്ത തരത്തിൽ കേരള കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിൻ്റെ വക്കിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും എന്ന് പറയേണ്ടി വരും. മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും പാലം വലിച്ചതാണ് UDF പ്രവേശനത്തിന് തടസ്സം എന്നുറപ്പായ സ്ഥിതിക്ക് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും തീവ്രമായി തന്നെ നടക്കുകയാണ്. മുസ്ലിം ലീഗാണ് അതിന് ഏറ്റവും നിർണായകമായ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പാർട്ടി പിളർത്തിയുള്ള മുന്നണി മാറ്റം ഈ ഘട്ടത്തിൽ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് പിന്നിലുള്ളത്. നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ചേരുമ്പോഴും റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിക്കാനാണ് സാധ്യത. ജോസ് കെ മാണിയെ തടയുന്ന ഏക ഘടകവും റോഷി തന്നെയാണ്. ജോസ് കെ മാണി വരണമെങ്കിൽ ചില സീറ്റുകൾ കൂടുതൽ വേണമെന്ന നിലപാടിലാണ് അവരുള്ളത്. അതായത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കും കോട്ടയത്തെ പാലായ്ക്കും പുറമെ തൊടുപുഴയും വേണമെന്നാണ് മാണി ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, PJ ജോസഫിൻ്റെ തട്ടകമായ തൊടുപുഴ അത് ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ ജോസഫ് അല്ലെങ്കിൽ മകൻ അപ്പു ജോസഫ് മത്സരിക്കുമ്പോൾ തൊടുപുഴയ്ക്ക് പകരം മറ്റൊരു സീറ്റ് അന്വേഷിക്കുകയാണ് UDF എന്നാണ് സൂചന. റോഷി അഗസ്റ്റിനും മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ പണ്ടുണ്ടായതുപോലെ PJ ജോസഫും ജോസ് കെ മാണിയും ഒരു പാർട്ടിയായി മാറില്ല എന്നുറപ്പാണ്. ഏതായാലും ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ശക്തമായൊരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് ഒരു മന്ത്രിയാകാൻ സാധിക്കില്ല എന്നുറപ്പുള്ളപ്പോൾ UDFിൻ്റെ ഉറച്ച ഏതെങ്കിലും ഒരു സീറ്റ് വാങ്ങി മുന്നണി മാറാൻ തന്നെയായിരിക്കും അവസാന നിമിഷം ജോസ് കെ മാണിയുടെ തീരുമാനം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളിലും ഒപ്പം നിന്ന റോഷി അഗസ്റ്റിനെ ചിലപ്പോൾ പാർട്ടിക്കും ജോസ് മോനും നഷ്ടമാകും. സുഹൃത്തിനെ വേണോ മന്ത്രിസ്ഥാനം വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതോടെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകും. പരസ്പരം വച്ചുമാറ്റത്തിനായി കോൺഗ്രസും ലീഗും നേതൃത്വങ്ങൾ ഇടപെട്ട് പരിഗണിക്കുന്ന പ്രധാന സീറ്റുകളിലൊന്നായ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കാനായി ആ തിരുവമ്പാടി വിട്ടു നൽകാനുള്ള സന്നദ്ധതയും ലീഗ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പരമാവധി വിട്ടുവീഴ്ച ചെയ്തും സ്വാധീനം ചെലുത്തിയും ഓഫർ നൽകിയുമൊക്കെ ജോസ് കെ മാണിയെ മുന്നണിയിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമ്പോൾ ജോസ് കെ മാണിക്ക് അതൊരു ലോട്ടറി തന്നെ എന്ന് പറയേണ്ടി വരും. ആ ചാൻസും കൂടി കളഞ്ഞാൽ അടുത്ത കാലത്തൊന്നും മന്ത്രി കസേര ജോസ് കെ മാണി സ്വപ്നം കാണണ്ട.